ിന്റെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, ജിൻഡോ തന്നെ. എന്തായാലും ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ആ ഗെയിമിന് വേണ്ടി മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് പല സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു ജിൻഡോ പുറത്താവേണ്ടതൊക്കെ. പക്ഷെ എന്നാൽ പോലും ജിൻഡോ അടിപൊളിയായിട്ടൊക്കെ നിന്ന് ഈ ഒരു കപ്പ് കിട്ടേണ്ട ആൾക്ക് തന്നെ അത് കിട്ടി അല്ലേ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടത്തില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എന്തായാലും ജിൻഡോയ്ക്ക് ഫൈനലി കപ്പ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് ബിഗ് ബോസ് സീസൺ 6 ഫിനാലയിൽ സത്യം പറഞ്ഞാൽ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ. കാര്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ, ഈ ബിഗ് ബോസിൻ്റെ സീസൺ 1 ഈ ഓരോ വീക്കിൽ എത്ര വോട്ടുകൾ ആൾക്കാർക്ക് കിട്ടിയെന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സീസണുകളിലും കാണിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഓരോ വീക്കിലും ഈ ഒരു സീസണിൽ ഓരോ കണ്ടസ്റ്റൻസിന് കിട്ടിയ വോട്ടിൻ്റെ ആ ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ടായിരുന്നു. എനിവേ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാര്യം ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടായിരുന്നു, ഈ പറയുന്ന ബിഗ് ബോസിൽ വോട്ടിങ് കള്ളത്തരമാണോ അതോ വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ ലാലേട്ടൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊരു ഇൻ്റർനാഷണൽ ടീമാണ് അത് ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ അഖിൽമാരാറിൻ്റെ കേസായാലും ഇപ്പോൾ ഈ പറയുന്ന ജിൻഡോയുടെ കേസായാലും ആൾക്കാർക്ക് ഇപ്പം ബോധ്യപ്പെട്ട് കാണും. ആൾക്കാരുടെ വോട്ടിങ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഷോയിൽ കണ്ടസ്റ്റൻസ് നിലനിൽക്കുന്നതും കണ്ടസ്റ്റൻസ് ജയിക്കാനും കാരണം വോട്ടിംഗ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പം എന്തായാലും എല്ലാവരും മണ്ടൻ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവസാനം ഹീറോ ആയിട്ട് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് ജിൻഡോ അല്ലേ. എനിക്കിപ്പോഴും അറിയില്ല അയാൾ എന്തിനാണ് മണ്ടൻ എന്ന് വിളിക്കുന്നതെന്ന്. മേ ബി അയാൾ അതിനകത്ത് കളിച്ച ഗെയിമിൻ്റെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ അയാൾ അതിനകത്ത് കാണിക്കുന്ന ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ കാരണം എല്ലാവരും വിചാരിച്ച് കാണും ഇയാൾ ജീവിതത്തിൽ മണ്ടനാണെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു 7-8 ജിമ്മും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വ്യക്തിയാണ്. കാര്യം ഇപ്പോൾ പുള്ളിക്കാരൻ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയ വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു പൊട്ടനോ ഒന്നും ഒരിക്കലും നേടാൻ പറ്റത്തില്ല. കാര്യം കുറേ വിവരം കെട്ട നാറികളുണ്ടല്ലോ വേറെ ഈ പറയുന്ന ഓരോ PR ടീമുകളും ഫാൻസും ഒക്കെ. ഞാൻ ഉദ്ദേശിച്ച ആരെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവന്മാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവന്മാരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അവന്മാർ ഗ്രൂപ്പുകളിൽ ഈ ജാസ്മിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ എന്തോന്നിടെ ഈ കാണിക്കുന്നത്, എന്താണ് കാണിക്കുന്നത്? അവ എന്തൊക്കെയാണ് വന്നിരുന്ന് പറയണത് ഒരു ബോധമില്ലാതെ. ഈ പറയുന്ന ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിനെ പറ്റിയിട്ട് ജിൻഡോയുടെ അമ്മ സംസാരിക്കുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത് പോകുന്നു. മണ്ടനെ വിളിച്ച നേരത്ത് ചങ്ക് തകർന്ന വിഷമമുണ്ടായി. എല്ലാവരും കൂടി ആ പട്ടം ചാർത്തി കൊടുത്തപ്പോൾ സഹിക്കാൻ പാടില്ലാത്ത വിഷമമുണ്ടായി. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മണ്ടൻ എന്നുള്ള തന്നെ ഇപ്പോൾ രാജാവായിട്ട് വരാനുള്ളൊരു അവസ്ഥ ദൈവം തന്നു. അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, നാട്ടുകാരുടെ സപ്പോർട്ട്, എല്ലാ ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും എല്ലാ സപ്പോർട്ടാണ് ഇതിൻ്റെ എല്ലാം വിജയം. അതിപ്പോൾ ജിൻഡോനെ കാണിച്ചു കൊടുത്തല്ലോ. വണ്ടാന്ന് വിളിച്ചവർക്കൊക്കെ ഇപ്പോൾ ജിമ്മ് തന്നെ ആക്കുന്ന ആളുകളുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, ആലുവ, കാലടി, പിന്നെ മിസ് കേരള, മിസ് എറണാകുളം, ചെറുപുറം അടിച്ചാണല്ലോ. പിന്നെ മദർ തെരേസ അവാർഡ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരെണ്ണം കിട്ടി. അതൊക്കെ കിട്ടണമെങ്കിൽ അത്രയ്ക്കും നല്ല പയ്യനാക്കി അവർ കൊടുക്കുള്ളൂ. അങ്ങനെയാണ് മോൻ്റെ ജീവിതം. മണ്ടൻ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ചങ്ക് തകർന്നു പോയെന്ന് ആ അമ്മ പറയുന്ന കാര്യമാണ്. കാര്യം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത്, അതായത് പഴയ കണ്ടസ്റ്റൻസിന് പുറത്തുള്ള ആൾക്കാരെ എല്ലാവരും കാണുമ്പം ജിൻഡോ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് വരുന്ന ഒരു തമ്മിലാണ് ജിൻഡോ പൊട്ടനാണ്, മണ്ടനാണ്, അയ്യോ ആ പൊട്ടന് കപ്പ് കിട്ടിയോ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് വരുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറാണ്, ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം ബിഗ് ബോസിൽ കപ്പടിച്ചവരൊക്കെ എല്ലാവരും എന്തുകൂടെ മണ്ടന്മാരും പൊട്ടന്മാരുമാണ്. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാൻ എന്തായിരുന്നു, അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, അതിൻ്റെ പേരിൽ അയാൾക്ക് ആ കപ്പ് കിട്ടിയത്. അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും വോട്ടും സപ്പോർട്ടും എല്ലാം വന്നത്. ഈ പറയുന്ന ജിൻഡോയ്ക്കായാലും. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ജിൻഡോ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഓരോരോ അച്ചീവ്മെൻറ്റ്സ് ഇതുപോലെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സെക്കൻഡ് റണ്ണറപ്പിൻ്റെ ഒരു എവിക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അതായിരുന്നു ഏറ്റവും ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു കാര്യം. 3 പട്ടിക്കൂട് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് കുറച്ച് ആൾക്കാർ വന്ന് കമ്പിയും വെച്ച് പൊക്കിക്കൊണ്ട് പോകുന്നൊരു സീനാണ്. അപ്പോൾ അതിനകത്ത് പൊക്കിക്കൊണ്ട് പോയത് ആരെയാണ്? ജാസ്മിനെയാണ്. ഇതിൽ കൂടുതൽ വലിയ ട്രോൾ ഇനി വരാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ വീഡിയോ വയ്ക്കാം, അത് കണ്ടു നോക്കിയോ. എന്തായാലും ഇത് തന്നെ ആയിരിക്കും ഇനിയിപ്പം മെയിനായിട്ടുള്ളൊരു ട്രോള്. നിങ്ങൾ സീസൺ 4 ലക്ഷ്മി പ്രിയ എവിക്റ്റ് ആവുന്ന കണ്ടിട്ടുണ്ടോ? ബുള്ളറ്റിനകത്ത് ഇങ്ങനെ കറങ്ങി ആ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടങ്ങ് പോകുന്ന കണക്ക് ഇത് വന്ന് ഓരോ കൂട് വന്ന് ചുമന്നുകൊണ്ട് പോയി. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയട്ടെ, ഏഷ്യാനായിട്ട് എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു എവിക്ഷൻ വെച്ചത്. എന്തായാലും അതൊരു കിടില എവിക്ഷൻ ആയിപ്പോയി. ഓക്കെ, എന്തായാലും ഈ പറയുന്ന എവിക്റ്റായി വന്നിട്ട് ജാസ്മിൻ ഭയങ്കര ഇമോഷണലി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ജാസ്മിൻ്റെ പുറത്തേതോ സപ്പോർട്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ പെൺകുട്ടികൾ അവിടെ ഇരുന്ന് ജാസ്മിൻ കീ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്.
പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോമഡി ആ ഒരു ബിഗ് ബോസിൻ്റെ സെറ്റിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷൂട്ടിംഗ് അതിനകത്തുണ്ടല്ലോ, ഈ പറയുന്ന ഓഡിയൻസ് ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നെന്നും പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തായിട്ടുണ്ട്. അതായത് ജാഫർ ഖാൻ കയറി വന്ന് ഗബ്രിയെ കണ്ട് തുറച്ചു നോക്കിയപ്പോൾ ഗബ്രി കയറി ഓടിയെന്നോ അങ്ങനെ കണ്ടു സംഭവം. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ബ്രോന് വേണമെങ്കിൽ ഞാൻ ഒരു ഇൻസൈഡ് ന്യൂസ് തരാം. ഗബ്രി ജാസ്മിൻ എവിക്റ്റ് ആയിട്ട് ഗബ്രി ജാസ്മിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിന്റെ വാപ്പ സീറ്റിൽ നിന്ന് ഇറങ്ങി ഒരു വരക്കം ഉണ്ടായിരുന്നു. ആ വരക്കം കണ്ടതും ഗബ്രി എണീറ്റ് ഓടിയ ഓട്ടം ഉണ്ടല്ലോ ബാക്കിലോട്ട്, ഫ്രണ്ടില് റൈറ്റ് എൻഡിലായിരുന്നു ജാസ്മിൻ ഇരുന്നുകൊണ്ടിരുന്നത്. അവിടെ വന്ന് ഗബ്രി സംസാരിക്കുക, റസ്മിനൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്, ഗബ്രി വന്ന് സംസാരിക്കുമായിരുന്നു. ജാസ്മിന്റെ വാപ്പ ഒരു വരക്കം വന്നു, ഗബ്രി എണീറ്റ് ഒരൊറ്റ ഓട്ടോ ഓടി ബാക്കിലെ ലെഫ്റ്റ് സീറ്റിൽ പോയിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? അടി നടക്കാഞ്ഞത് ഭാഗ്യം. ഇനി ഈ ഒരു ഇതിൻ്റെയൊക്കെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു തന്നെ അല്ലേ? എന്തായാലും ജാസ്മിൻ്റെ വാപ്പ എല്ലാവർക്കും ഭയങ്കര മറുപടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുമല്ലേ. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവം നടക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ജാസ്മിൻ എവിക്റ്റ് ആയതിനു ശേഷം റസ്മിൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ജാസ്മിനെ അടുത്തിരുത്തിയിട്ട്. എന്തായാലും ആ സ്റ്റോറിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. Yes, അപ്പൊ I am with your favorite ജാസ്മിൻ ജാഫർ. ഒരു ഹായ് പറ. ഹലോ. അപ്പൊ ജാസ്മിൻ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് കാണാം. ഹലോ ജാസ്. അതെ, എന്തായാലും തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും കാണാമെന്ന് റസ്മിനും പറഞ്ഞ് റസ്മിൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും സംഭവങ്ങളെന്ന് നമുക്ക് ശരിക്കും കണ്ടു തന്നെ അറിയാനുണ്ട് കേട്ടോ. എന്തായാലും ഭയങ്കര കോമഡി തന്നെ. എന്നാലും ഈ ഒരു സീസണിൽ എന്തെല്ലാം കോൺട്രവേഴ്സി, എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇതെന്തായാലും ഇതൊന്നും തീരാൻ പോകുന്നില്ല. ഇത് ഞാൻ വീണ്ടും പറയാം, ഇത് മിക്കവാറും ഈ ഒരു സീസൺ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. സീസൺ 4ൻ്റെ പ്രശ്നം അറിയത്തില്ല. സീസൺ 4 സീസൺ 5 കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കും സീസൺ 6. പുറത്തായിരിക്കും കോൺട്രവേഴ്സി, പുറത്ത് ഇനിയും ഇഷ്യൂസ് വരാം. ഇനി ഈ പറയുന്ന പല കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ പല കാര്യങ്ങളും പല ഇഷ്യൂസും എന്തെങ്കിലുമൊക്കെ കുത്തിപ്പോങ്ങും. നിങ്ങൾ നോക്കിക്കോ, ഇത് ഒരിക്കലും തീരാനായിട്ടൊരു മാർഗ്ഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ, പ്രശ്നങ്ങൾ വരട്ടെ. അപ്പം നമുക്കൊക്കെ മറുപടികൾ കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മളും തീർച്ചയായിട്ടും മറുപടികൾ കൊടുത്തിരിക്കും. എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.